അശ്വിനി വായിച്ചു. ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. KP ആ ആയുധം കൈമാറണം. Yes. അതായത് നന്ദഗോപന്റെ ഒരു പ്രത്യേകതരം ഇൻട്രോ ആണ്. അതുകൊണ്ട് എനിക്ക് ഈ ആയുധം കൂടിയേ തീരുള്ളൂ. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിന് കാതോർത്തിരിക്കുകയാണ് രാജ്യം. ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ നാളെ ബജറ്റ് അവതരിപ്പിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ ഇത്തവണത്തെ യൂണിയൻ ബജറ്റ് ജനപ്രിയമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെയും വിലയിരുത്തൽ. അപ്പോൾ ഞങ്ങളുടെ വിദഗ്ധൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് വരാം. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, ജനക്ഷേമം എന്നിവയിൽ ഊന്നൽ നൽകുന്നതാകും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 9ാമത്തെ ബഡ്ജറ്റ്. വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ആദായ നികുതിദായകർ വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ബഡ്ജറ്റിനെ പോലെ ഇത്തവണയും അവർക്കനുകൂലമായി, ആദായ നികുതിദായകർക്കനുകൂലമായി വലിയ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അവർക്കനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അവർ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ. ലോകോത്തര രാഷ്ട്രങ്ങളുമായി കിടപിടിക്കുന്ന രീതിയിൽ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റം പ്രതീക്ഷിക്കുന്നതാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ്. ഗ്രാമീണ മേഖലയിൽ മെച്ചപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നതിനപ്പുറം കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ആരംഭിക്കാൻ ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. ഇതിനു പുറമെ ആരോഗ്യ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം വർദ്ധിപ്പിച്ച് സമഗ്ര മാറ്റം തന്നെ ലക്ഷ്യമിട്ടാണ് നീക്കം. 2014 ശേഷം രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ മേഖലകളിലും വികസനം എത്തി നിൽക്കുന്നു. അതുപോലെ തന്നെ പാലങ്ങളും റോഡുകളുമൊക്കെ തന്നെ ശരവേഗത്തിലാണ് അതിന്റെ പണികളും മറ്റും തീരുന്നത്. ദേശീയപാത വികസനത്തിലെ സുസ്ഥിര നിക്ഷേപങ്ങൾ രാജ്യത്തിന് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നുവെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും ദീർഘകാല സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നുവെന്നുമാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും ഹൈവേ ഗതാഗത പദ്ധതികൾ കൂടുതലായി നടപ്പാക്കാനും വേണ്ട പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഇടം പിടിച്ചേക്കും. കൂടുതൽ നിക്ഷേപങ്ങൾ രാജ്യത്ത് കൊണ്ടുവരുന്നതിനും മറ്റു രാജ്യങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിനും ഹൈവേ ശൃംഖലകളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. ജനക്ഷേമ വിഷയങ്ങളിൽ ഒട്ടും പിന്നോട്ടല്ല നരേന്ദ്രമോദി സർക്കാർ എന്ന കാലം തെളിയിച്ചതാണ്. കെട്ടുറപ്പുള്ള വീടുകൾ, വീടുകളിൽ ശൗചാലയങ്ങൾ, അതേപോലെ തന്നെ വീടുകളിൽ ഗ്യാസ് കണക്ഷനുകൾ, ഇങ്ങനെ ഓരോ ബഡ്ജറ്റിലും നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ പാഴ്വാക്കായിരുന്നില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി പുതിയ ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റിലും നടത്തുന്ന പ്രഖ്യാപനങ്ങൾ അത് ജനക്ഷേമമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇൻകം ടാക്സ് സ്ലാബുകളിൽ വലിയ മാറ്റങ്ങളുണ്ടായി. പുതിയ നികുതി സമ്പ്രദായത്തിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനത്തിന് നികുതിയില്ല. ശമ്പളം വാങ്ങുന്നവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയായി ഉയർത്തി. സെക്ഷൻ 87A പ്രകാരമുള്ള നികുതി ഇളവ് 25,000 രൂപയിൽ നിന്ന് 60,000 രൂപയായി കൂട്ടി. ഇതോടെ സാധാരണക്കാർക്കാർക്കും നികുതി അടയ്ക്കേണ്ടി വന്നില്ല. ഇതിന് തുടർച്ചയായി കൂടുതൽ ഇളവുകൾ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പുതിയ നികുതി സമ്പ്രദായത്തിൽ ഇളവുകൾ വരുന്നതുകൊണ്ട് പഴയ നികുതി സമ്പ്രദായം സർക്കാർ നിർത്തലാക്കുമോ അതോ എന്തെങ്കിലും ഇളവുകൾ നൽകുമോ എന്ന് കാത്തിരിക്കുന്നു. പുതിയ നികുതി സമ്പ്രദായത്തിൽ ദീർഘകാല നിക്ഷേപം നടത്തുന്നവർക്ക്, പ്രത്യേകിച്ച് ഇൻഷുറൻസ്, പെൻഷൻ, വീട് എന്നിവയിൽ നിക്ഷേപിക്കുന്നവർക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ ചില പരിമിതമായ കിഴിവുകൾ കൊണ്ടുവരുന്ന പദ്ധതികൾ പുതിയ ബഡ്ജറ്റിൽ ഇടം പിടിച്ചേക്കും. നികുതി സ്ലാബുകൾക്കും കിഴിവുകൾക്കും പുറമെ നികുതി നിയമങ്ങൾ എളുപ്പമാക്കാനും റീഫണ്ടിംഗ് വേഗത്തിലാക്കാനും നടപടിക്രമങ്ങളൊക്കെ തന്നെ ലളിതമാക്കാനുമൊക്കെ നികുതിദായകർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹങ്ങൾ സഫലമാകുമോ ഇല്ലയോ എന്നറിയുവാൻ ഇനി മണിക്കൂറുകൾ കൂടി കാത്തിരുന്നാൽ മതി. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് നന്ദഗോപൻ, ജനം. ഏതായാലും പറഞ്ഞ പോലെ തന്നെയാണ്, ആഗ്രഹങ്ങൾ സഫലമാകുമോ എന്നറിയാൻ മണിക്കൂറുകൾ. പക്ഷേ സഫലമാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ. കാരണം ഇതുവരെയുള്ള ആ ഒരു ഇടപെടലുകളും അല്ലേ, ആ സ്വാഭാവികമായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാർക്കും വ്യാവസായിക മേഖലയ്ക്കും സമസ്ത മേഖലകൾക്ക് ഇന്ന മേഖലകളിൽ നിന്നില്ല അല്ലേ ശരി, എല്ലാ മേഖലകൾക്കും അർഹമായ പ്രാതിനിധ്യം, അർഹമായ പരിഗണന. എങ്ങനെയൊക്കെ ഏതൊക്കെ മേഖലകൾ വികസിപ്പിക്കാം, എന്തൊക്കെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാം, സാധാരണക്കാരെ എങ്ങനെ കൂടുതൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാം, എങ്ങനെ ഈ പണമൊഴുക്ക് അവരുടെ കൈകളിലൂടെ കടന്നു പോകാം, അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ എപ്പോഴും ചിന്തിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ സർക്കാരിന്റെ, അതാണ് ഈ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ മറ്റ് ഇതുവരെ ഭരിച്ച ഏതൊരു സർക്കാരുകളിൽ നിന്നും ഭിന്നമാകുന്നൊരു വിഭിന്നമാകുന്നത്. തവണത്തെ ബജറ്റ് അതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ന്യൂസ് ഡെസ്കിൽ ഇരിക്കുമ്പോൾ മഖാന, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് മഖാന, അതായത് താമര വിത്തിന്റെ ആ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുക. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഡെസ്റ്റ് ചീഫിനോട് ചോദിച്ചു,
എന്താ ഈ മക്കാന എന്താണിത്? അതെ, അപ്പോഴാണ് അറിയുന്നത്. അതായത് ബീഹാറിൽ ഉണ്ടാക്കുന്ന ഒരു അതായത് അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ മക്കാന ഭാരതം മുഴുവൻ, ഈ മക്കാന എന്ന് വെച്ചാൽ ഭയങ്കര പ്രോട്ടീൻ ഉള്ളൊരു വിത്ത് കൂടിയാണ്. അത് കഴിക്കുമ്പോൾ ഭയങ്കര ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ളൊരു മാറ്റം തന്നെ നമ്മുടെ ബജറ്റിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും ആ ഒരു വികസനം എത്തിക്കാൻ മോദി സർക്കാരിന് സാധിക്കുന്നു. പ്രകടമാണ്. അതെ. ഒന്ന്, ഈ മോദി സർക്കാരിൻ്റെ ഈ ഭരണ മികവ്, ഭരണ തികവ്, അത് കോൺഗ്രസ്സുകാരായാലും CPM-കാരായാലും